മാപ്പിളപ്പാട്ടുകൾ കൊണ്ട് ലോകമലയാളിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ റിഫാമോൾ മലയോരവാസികളുടെ മൊഞ്ചത്തിയാവുന്നു. ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട സ്വദേശി കേലോത്തുംതൊടിക സക്കീർ റുക്സാന ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തവളാണ് റിഫാമോൾ. ഇതാണ് ലോക മലയാളികളുടെ മൊഞ്ചത്തിയായ റിഫാമോൾ. ചോക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിഫാമോളുടെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത് ചോക്കാടൻ പുഴയുടെ മധുര സംഗീതം ഉയർത്തുന്ന കളകളാരവം കേട്ടാണ്. ഒപ്പം ഉമ്മ റുക്സാനയുടെ മൂളിപ്പാട്ടുകളും കൂടി ചേരുന്നതോടെ റുക്സാനയ്ക്കും അനിയത്തി നിതയ്ക്കും ഇശലൂറുന്ന മാപ്പിളപ്പാട്ടുകൾ രക്തത്തിൽ അലിഞ്ഞതുപോലെയായി. ഇവിടെ നിന്നും റിഫാമോൾ മാപ്പിളപ്പാട്ടുകളുടെ വരികൾ പാടി തുടങ്ങിയതോടെ ഇവളുടെ മധുരമാർന്ന ഇശലുകൾ സ്കൂൾ തലത്തിൽ ജില്ലാ നിലവാരത്തിൽ എത്തി. തകർത്താളിടണം എൻ പാപമല്ല, ശുഭസ്ഥിതി താതുയ സ്ഥാനത്തിലല്ല, പകൽ രാവിൽ പുകഴ്വാൻ അർഹനല്ല, പ്രതിഫലനാളിൽ യജമാനൻ നീയല്ല. തകർത്താളിടണം എൻ പാപമല്ല, ശുഭസ്ഥിതി താതുയ സ്ഥാനത്തിലല്ല, പകൽ രാവിൽ പുകഴ്വാൻ അർഹനല്ല, പ്രതിഫലനാളിൽ യജമാനൻ നീയല്ല. തുടർന്ന് വിവിധ വേദികളിലും മാപ്പിളപ്പാട്ടുകൾ പാടിയ റിഫയുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിച്ചുകൊടുത്തത് റിയാലിറ്റി ഷോയാണ്. ദർശന ചാനലിന്റെ കുട്ടിക്കുപ്പായത്തിൽ സെമി ഫൈനലിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന റിഫ ഇപ്പോൾ കൈരളി ചാനലിന്റെ കുട്ടിപ്പട്ടുറുമാലിന്റെ 5ാം റൌണ്ട് വരെ എത്തി നിൽക്കുകയാണ്. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകൻ ബാബു മാസ്റ്റർ കർണാടക സംഗീതത്തിൽ സൌജന്യമായി പരിശീലനം നൽകുന്നതോടൊപ്പം മാപ്പിളപ്പാട്ട് പഠനത്തിൽ നിസാർ, അനീഷ് എന്നിവരാണ് റിഫാമോളുടെ ഗുരുക്കന്മാർ. പാട്ടിലും പഠനത്തിലും മികവ് പുലർത്തുന്ന റിഫയ്ക്ക് ഇവയിലെല്ലാം മുൻപന്തിയിലെത്താൻ അത്യാവശ്യം വേണ്ടത് നാട്ടുകാരുടെ പിന്തുണയും പ്രാർത്ഥനയുമാണ്. മാത്രമല്ല, ഈ നിലയിലെത്താൻ മാതാപിതാക്കൾക്കൊപ്പം പ്രദേശവാസികളും സ്ഥലത്തെ ക്ലബ്ബുകളും തനിക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയതായും റിഫാമോൾ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. ഞാനിപ്പോൾ ചോക്കാട് ഗവൺമെന്റ് GUP സ്കൂളിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് പൂക്കോട്ടുംപാടം ഹൈസ്കൂളിലെ ബാബു സാറാണ്. ബാബു സാറ് എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്നത് നിസാർ സാറും അനീഷ് മാഷുമാണ്. അവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യം പാടിയത് ദർശന ചാനലിലെ കുട്ടിക്കുപ്പായം പ്രോഗ്രാമിലായിരുന്നു. അത് സെമി ഫൈനൽ വരെ പോയി. ഇപ്പോൾ കൈരളി ചാനൽ ഒരുക്കുന്ന കുട്ടിപ്പട്ടുറുമാലിൽ 5ാം റൗണ്ടിലാണ് നിൽക്കുന്നത്. അതിന് എന്റെ വിജയത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രശസ്തികൾ വർദ്ധിച്ചു തുടങ്ങിയതായും മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി പാടാൻ സാധിച്ചതും വിവിധ സ്കൂളുകളിലും കലാമത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തന്നെ വിളിച്ചു തുടങ്ങിയതായും ഈ ചെറിയ പ്രായത്തിനുള്ളിൽ റൈഹാൻ, ബർക്കത്ത്, സൈദുൽ എന്നിവ ഉൾപ്പെടെ 4ഓളം ആൽബത്തിലും പാടാൻ സാധിച്ചതായും റിഫാമോൾ പറഞ്ഞു. പല പല സ്കൂളിലെ ഉദ്ഘാടന കർമ്മത്തിന് എന്നെ ക്ഷണിച്ചു. പിന്നെ വലിയ വലിയ ഗാനമേളകളും പിന്നെ ബോംബെ പല പല സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിലെ മാഷുമാരും പിന്നെ നാട്ടിലെ ക്ലബ്ബ് പ്രവർത്തകരുടെയും പിന്നെ നാട്ടുകാരുടെയും എല്ലാ പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിപ്പോൾ കുട്ടിപ്പട്ടുറുമാൽ 5ാം റൗണ്ടിൽ വരെ നിൽക്കുന്നത്. റിഫാമോൾക്കൊപ്പം തന്നെ പാട്ടുപാടാൻ മിടുക്കിയാണ് അനിയത്തി നിതയും. ഇരുവരും ഒത്തുചേർന്നാൽ ചെറിയ അനിയത്തി ഹിതയും ഇത്താത്തമാരുടെ ഇശലുകൾക്കൊപ്പം താളം പിടിക്കുന്നത് മാത്രമാണ് കൂലിപ്പണിക്കാരനായ സക്കീറിനും വീട്ടമ്മയായ റുക്സാനയ്ക്കും ഏക ആശ്വാസം. ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്നും റഫിക്ക് പാരിതോഷികമായി ലഭിക്കുന്ന തുകയും ജോലിയെടുത്ത് ലഭിച്ച് സമാഹരിക്കുന്ന തുകയും കൂട്ടിച്ചേർത്താണ് റിഫാമോളെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിക്കുന്നതെന്ന് സക്കീർ പറഞ്ഞു. പിന്നെ 3ലും 4ലൊക്കെ സബ് ജില്ലയിലൊക്കെ ഗ്രേഡ് നേടി. പിന്നെ റിയാലിറ്റി ഷോയില് ദർശന ചാനലിൽ കുട്ടിക്കുപ്പായം വന്ന് ഇപ്പൊ കൈരളിന്റെ പട്ടുറുമാലിൽ വന്നപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ പ്രോഗ്രാമായിട്ട് വരുന്നുണ്ട്. സ്കൂളിലെ മാഷന്മാരും നാട്ടിലെ സുഹൃത്തുക്കളും ക്ലബ് പ്രവർത്തകരൊക്കെ നല്ല സപ്പോർട്ടോടുകൂടി അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും തുക എത്ര ചെലവായാലും മക്കളായ റിഫ, നിത, ഹിത എന്നിവരുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സക്കീറും റുക്സാനയും ഒരു പ്രദേശത്തെ നാട്ടുകാരും. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ, പൂമോള്
അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ